പിതാവിൻ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി സ്വാതന്ത്ര്യം എന്ന ശുശ്രൂഷയിലൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതായ സുവിശേഷം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും അനുകൂല സാഹചര്യവും ഒരുക്കി തന്ന ദൈവത്തെ മുന്നമേ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ 2018 കഴിഞ്ഞ് 2019 പ്രവേശിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്കെല്ലാവർക്കും ഭാഗ്യം തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ 2019 ആദ്യ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ 2018 തിരിഞ്ഞു നോക്കുവാനും 2019 നാം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത തന്നെ ഇന്നേ ദിവസം ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ളതായ വേദഭാഗങ്ങൾ. അത് നാം ഇങ്ങനെ വായിക്കുന്നുവല്ലോ. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തിന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടി നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ ഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണല്ലോ. കർത്താവ് തമ്പുരാൻ പറഞ്ഞതായ ആ ഉപമ ഇതാ അത്തിവൃക്ഷത്തിലെ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു വരുന്നതായ യജമാനൻ കാണുന്നത് ഫലം കായ്ക്കാത്തതായ അത്തിവൃക്ഷമാണ്. യജമാനൻ പറയുന്നുണ്ട്, 3 സംവത്സരമായി ഇത് ഫലം കായ്ക്കാതെ നിൽക്കുകയാണല്ലോ, ഇതെന്തിനാണ് നിലത്തെ നിഷ്ഫലമാക്കുന്നത്, ഇതിനെ വെട്ടിക്കളയുവാൻ ആ തോട്ടക്കാരനോട് പറയുമ്പോൾ ആ വൃക്ഷത്തെ ഇതുവരെയും നട്ട് നനച്ച് വന്നതായ അല്ലെങ്കിൽ പരിപാലിച്ച് വന്നതായ തോട്ടക്കാരൻ വിഷമത്തോടെ പറയും, അയ്യോ യജമാനെ വെട്ടിക്കളയല്ലേ, ഒരവസരം കൂടി തരാമോ, ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, ഒരപേക്ഷയാണ്, റിക്വസ്റ്റാണ്, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഒരുപക്ഷെ കായ്ച്ചാലോ, ഒന്നുകൂടി നോക്കിയാലോ, ഇല്ലെങ്കിൽ അത് വെട്ടിക്കളയാം, അത്തിവൃക്ഷം വെട്ടിക്കളയാമെന്ന് ആ തോട്ടക്കാരൻ യജമാനനോട് അപേക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിലൂടെ ഈ കാര്യങ്ങൾ ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കേണ്ടത് 2018 എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു, ഞാൻ വാസ്തവത്തിൽ കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഫലം കായ്ച്ച ഒരു വ്യക്തിത്വമായിരുന്നുവോ, അതോ ഫലം കായ്ക്കാതെ ആ മുന്തിരിത്തോട്ടത്തിൽ നിന്നിരുന്നതായ നിലം നിഷ്ഫലമാക്കിക്കൊണ്ട് നിന്നിരുന്നതായ അത്തിവൃക്ഷത്തിൻ്റെ അനുഭവമായിരുന്നോ എനിക്ക് ഉണ്ടായിരുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 12-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ കർത്താവ് തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വെപ്പിൻ, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വെപ്പിൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. സഹോദരങ്ങളെ, നാം പുറപ്പെടുവിക്കുന്നതായ ഫലം കണ്ടുകൊണ്ടാണ് മറ്റുള്ളവർ നാം ആകുന്ന വൃക്ഷം നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഞാനാകുന്ന വൃക്ഷം, അത്തിവൃക്ഷം ഈ നാളുകളിൽ അല്ല കഴിഞ്ഞയാണ്ടിൽ എങ്ങനെയുണ്ടായിരുന്നു? 2-3 മാസങ്ങൾക്ക് മുൻപ് ഇറങ്ങിയതായ ഷാലോം ടൈംസ് മാസികയിൽ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ എഴുതിയ ഒരു കുഞ്ഞു ലേഖനം, ഒരു കുഞ്ഞു സംഭവം ഉണ്ടായിരുന്നു. ആ അച്ഛൻ കിഴക്കേ ആഫ്രിക്കയിൽ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ, ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ, ഒരു വൈകുന്നേര സമയം ആ പള്ളിമുറ്റത്ത് ഒരു 3 കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വയസ്സും 6 വയസ്സും 8 വയസ്സുമുള്ളതായ 3 കുട്ടികൾ. മൂത്തത് 2 ആൺകുട്ടികളാണ്, 6 വയസ്സുള്ളത് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒത്തിരി സമയമെടുത്തുകൊണ്ട് ആ പള്ളിമുറ്റത്തുള്ളതായ മണൽ കൊണ്ട് ഒരു കളിവീട് അതുണ്ടാക്കി. മനോഹരമായിരുന്നു. ആ കളിവീടുണ്ടാക്കി കഴിഞ്ഞപ്പോഴുണ്ട് 10 വയസ്സുകാരനായ ആ മൂത്ത ആൺകുട്ടി ഓടി വന്ന്
കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്തു. കളിവീട് ചിന്ന ഭിന്നമായി പോയി. 6 വയസ്സുള്ള പെൺകുട്ടി ഒത്തിരി സങ്കടപ്പെട്ടു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. അവളെ സഹിച്ചു, വഴക്കടിക്കാൻ പോയില്ല. ആ പെൺകുട്ടി വീണ്ടും, നിഷ്കളങ്കിയായ പെൺകുട്ടി വീണ്ടും കുറേ സമയമെടുത്തുകൊണ്ട് മണൽ കൊണ്ട് വീണ്ടും ഒരു കളിവീടുണ്ടാക്കി. വീണ്ടും ആ കളിവീടുണ്ടാക്കി കഴിഞ്ഞപ്പോഴുണ്ട് അതേ ആൺകുട്ടി, ആ 10 വയസ്സുകാരൻ ആൺകുട്ടി ഓടി വന്ന് രണ്ടാമതും ആ കളിവീട് തട്ടിക്കളയുകയുണ്ടായി. അപ്രകാരം രണ്ടാമതും തട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ 6 വയസ്സുള്ള നിഷ്കളങ്കിയായ പെൺകുട്ടി ആ പയ്യനോടൊരു കാര്യം പറഞ്ഞു. വേവേഹുന യേസു, വേവേഹുന യേസു എന്നൊരു വാക്ക് പറഞ്ഞു. അതിൻ്റെ അർത്ഥം നിന്നിൽ യേശു ഇല്ല എന്നുള്ളതാണ്. അത് അവിടുത്തെ ഭാഷയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് ചിന്തിച്ചത്, ഞാൻ നിനക്ക് ആർക്കും ഉപദ്രവമുണ്ടാകാത്ത രീതിയിലാണല്ലോ വളരെ കഷ്ടപ്പെട്ടൊരു കളിവീടുണ്ടാക്കിയത്. അത് നീ ഒരു പ്രാവശ്യം തട്ടിക്കളഞ്ഞു. ഞാൻ ക്ഷമിച്ചു, ഞാനൊന്നും പറഞ്ഞില്ല, പ്രതികരിച്ചില്ല. ഞാൻ വീണ്ടും കഷ്ടപ്പെട്ട് വീണ്ടും ഒരു കളിവീടുണ്ടാക്കി. എന്നാൽ വീണ്ടും അത് നീ തട്ടിക്കളഞ്ഞു. നീ തട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നിന്നിൽ യേശു ഇല്ല എന്നുള്ളത്. ഞാൻ ഉണ്ടാക്കിയതായ കളിവീട് നീ തട്ടിക്കളഞ്ഞപ്പോൾ എന്നെയാണ് നീ വേദനിപ്പിച്ചത്. എൻ്റെ ഹൃദയത്തെ നീ മുറിവേൽപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാളുകളിൽ നാം ചിന്തിക്കണം. ഈ കഴിഞ്ഞ ഘട്ടങ്ങൾ, പ്രത്യേകിച്ച് 2018 ആണ്ടിൽ ഞാൻ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ളതായ ഒരു വർഷക്കാലം ജീവിച്ച് മുന്നോട്ട് പോയി. പോരാ, ആപത്തുകളും അപകടങ്ങളും മറ്റാല മരിച്ചു പോകാതെ 2019 പ്രവേശിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നപ്പോൾ കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞൊരു വർഷം എന്നിൽ യേശു ഉണ്ടായിരുന്നുവോ? ആ പെൺകുട്ടി പറഞ്ഞു, നിന്നിൽ യേശുവില്ല. അങ്ങനെയെങ്കിൽ എന്നിൽ യേശു ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കണം, നിങ്ങളും ചിന്തിക്കണം. ഞാൻ ഫലം കായ്ക്കാത്ത ഒരു അത്തിവൃക്ഷമായിട്ടാണോ ജീവിച്ചത്? യേശു പറഞ്ഞു, ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് എന്ന് വിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ഞാനാകുന്ന വൃക്ഷം നല്ലതാണ് എങ്കിൽ എന്നിൽ നിന്ന് നല്ല ഫലങ്ങൾ മാത്രമേ പുറപ്പെടുകയുള്ളൂ. അതാണ് കർത്താവ് തമ്പുരാൻ പറഞ്ഞത്. എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളെ കണ്ടുകൊണ്ടാണ് മറ്റുള്ളവർ ഞാനാകുന്ന വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കടന്നു പോകുന്നവനായ യേശുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. യേശു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അവർ പറയുന്നുണ്ട്, നീ എവിടെയാണ് പാർക്കുന്നത്? യേശുവിൻ്റെ കൂടെ അവർ പോകുന്നു. യേശുവിനോടൊപ്പം അവർ താമസിക്കുകയാണ്, പാർക്കുകയാണ്. 1:39 വായിക്കുന്നത്, അവർ അവനോടുകൂടെ പാർത്തു. അപ്പോൾ 10-ാം മണി നേരമായിരുന്നു. പിന്നീട് ഈ പറയുന്ന ശിഷ്യന്മാർ ഒരാൾ ശീമോൻ്റെ സഹോദരനായ അന്ത്രയോസായിരുന്നു. അന്ത്രയോസ് ശീമോനെ കണ്ടു കഴിഞ്ഞ് പറയുകയാണ്, ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന്. ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിക്കുന്നു, സുവിശേഷത്തോട് ചേർന്ന് പോകുന്നവരോട് അഭിമാനിക്കുന്നു. നാം വാസ്തവത്തിൽ യേശുവിനെ കണ്ടോ? യേശുവിനെ കണ്ടുമുട്ടിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കേണ്ടതല്ലേ? യേശുവിനെ കണ്ടുമുട്ടണമെങ്കിൽ നാം അവനോടുകൂടെ വസിക്കേണ്ടതാണ്. അവനോടുകൂടെ പ്രാർത്ഥനയിൽ, അവനോടുകൂടെ ആരാധനയിൽ, അവനോടുകൂടെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ട് പോകുമ്പോഴാണ് അവനോടൊപ്പമായിരിക്കുന്നൊരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത്. ആ അനുഭവത്തിൽ നാം എപ്പോഴാണ് ആയിത്തീരുന്നത്, അപ്പോൾ മാത്രമേ അന്ത്രയോസ് പറയുന്നതുപോലെ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ, ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയിൽ വാസ്തവമായ മാനസാന്തരമുണ്ടാകും. ആ മാനസാന്തരമുണ്ടാകുമ്പോഴാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് മാനസാന്തരം? മാനസാന്തരത്തിന് ഒത്തിരി നിർവചനങ്ങളുണ്ട്. എങ്കിലും ഒരു കാര്യം ഞാൻ വായിച്ച മനസ്സിലാക്കിയ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. മാനസാന്തരം എന്നത് ആത്മാവ് കൊണ്ട് വീണ്ടും ജനിച്ച് തൻ്റേതായ ജീവിത സാഹചര്യത്തിൽ യേശുവിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ ജീവിത രീതിയുടെ ഉടമയായി തീരുകയാണ്. ഞാൻ മറ്റുള്ളവരെക്കാളെല്ലാം വളരെ മെച്ചപ്പെട്ട പാപിയാണെന്നല്ല, ഞാൻ ഏറ്റവും വലിയ പാപിയാണെന്ന ചിന്തയാണ് മാനസാന്തരം വഴി ലഭിക്കുക. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവെച്ചത്. മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? മാനസാന്തരം എന്ന് പറയുന്നത് ഞാൻ യേശുവിനെ കണ്ടുമുട്ടി എന്ന് പറയുന്നതോ,
അല്ലെങ്കിൽ ഞാൻ പ്രൈസ് ദി ലോർഡ് പറയുന്നു എന്നുള്ളതോ സുവിശേഷം പ്രസംഗിക്കുന്നു എന്നുള്ളതോ സുവിശേഷം കേൾക്കുന്നതോ എന്ന് മാത്രമാകുന്നില്ല. മറിച്ച് മാനസാന്തരം എന്നത് ആത്മാവ് കൊണ്ട് വീണ്ടും ജനിച്ച് തൻ്റേതായ ജീവിത സാഹചര്യത്തിൽ യേശുവിനെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പുതിയ ജീവിത രീതിയുടെ ഉടമയായി തീരുക എന്നുള്ളതാണ്. ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ യേശുവിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു വിശുദ്ധി നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാകണമെന്നില്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു ആരാധനാലയത്തിൻ്റെ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു സുവിശേഷ കൂട്ടായ്മയുടെ അനുഭവത്തിലാണ് നാം എപ്പോഴും ജീവിച്ചു പോകുന്നതെങ്കിൽ അവിടെ പാപത്തിൻ്റെ ചിന്തകളില്ല, പാപത്തിൻ്റെ വഴികളില്ല, നാം വിശുദ്ധിയോടെ തന്നെ ജീവിച്ചു പോകും. എന്നാൽ നാം അങ്ങനെയല്ല. നാം എല്ലാവരും ജീവിക്കുവാൻ വേണ്ടി തട്ടോട്ടം ഓടുമ്പോൾ പലതരത്തിലുള്ളതായ ജീവിത സാഹചര്യങ്ങളിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ ഏത് സാഹചര്യമായിരുന്നാലും, ഒരു വ്യക്തി ജീവിക്കുന്ന ഏത് സാഹചര്യമായിരുന്നാലും ആ ജീവിത സാഹചര്യത്തിൽ യേശു തമ്പുരാനെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മാനസാന്തരപ്പെട്ട വ്യക്തിയുടെ ജീവിതം. അങ്ങനെ മാറി മറിയേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വീടിനടുത്ത് തന്നെ ഒരു മദ്യഷാപ്പ് ഉണ്ട് എന്ന് വിചാരിക്കാം. അദ്ദേഹം ആ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്നത് മദ്യഷാപ്പിൻ്റെ ബോർഡായിരിക്കാം. പക്ഷേ ആ വ്യക്തി മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ ബോർഡൊന്ന് കണ്ടാൽ പോലും അങ്ങോട്ട് പോകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയില്ല. സാഹചര്യം ആടി വിളിക്കുന്നുണ്ട്. പക്ഷേ മാനസാന്തരപ്പെട്ട ദൈവത്തിലാണെങ്കിൽ ആ മദ്യഷാപ്പിലേക്ക് പോകുവാൻ തയ്യാറാകുകയില്ല. അതുപോലെ തന്നെ ഒരു ഓഫീസിലായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവിടെയുള്ള മറ്റ് സഹപ്രവർത്തകരെല്ലാം അഴിമതി കാണിക്കുന്നവരാണ്, കൈക്കൂലി മേടിക്കുന്നവരാണെന്ന് വിചാരിക്കാം. പക്ഷേ മാനസാന്തരപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കും, എനിക്കത് വേണ്ട, കൈക്കൂലി വേണ്ട, അഴിമതി വേണ്ട. ഞാൻ ഒരു വ്യക്തിയുടെ ന്യായം മറച്ചു കളയുവാൻ ഞാൻ കൈക്കൂലി മേടിച്ച് അതിനു വേണ്ടി കൂട്ടുനിൽക്കുകയില്ല. അതാണ് മാനസാന്തരം. ഹോസ്റ്റൽ താമസിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് കോളേജിൽ പഠിക്കുന്ന ഹോസ്റ്റലിലായിരിക്കും താമസിക്കുകയാണ്. അവിടുത്തെ കൂട്ടുകാരികൾ അരുതാത്ത പടങ്ങൾ കാണുന്നുണ്ട്, അരുതാത്ത ശീലങ്ങളുണ്ട്, അരുതാത്ത വലിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പക്ഷേ മാനസാന്തരപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കാം, ഇതാ ഞാൻ മാനസാന്തരപ്പെട്ട ഒരു അനുഭവമാണ് എനിക്കുള്ളത്. എനിക്ക് എൻ്റെ കൂട്ടുകാർ ചെയ്യുന്നത് പോലെ, കാണുന്ന പോലെ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ളത്. പ്രിയ ദൈവജനമേ, അതാണ് നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ യേശുവിനെ പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നത്. ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയവനാണ്, ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയവളാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ പ്രതിഫലിപ്പിക്കും. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അവിടെയാണ് മാനസാന്തരം തുടങ്ങുന്നത്. വീണ്ടും ആ മാനസാന്തര അനുഭവത്തിലേക്ക് നാം കടന്നു വരും. പശ്ചാത്താപം നമുക്കുണ്ടാകും ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കണമേ. ഈ ശാലോം ടിവിയിലൂടെ നിരന്തരമായി സുവിശേഷം കേൾക്കുന്ന ആളുകളാണല്ലോ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ യേശു തമ്പുരാൻ പറഞ്ഞൊരു വചനമുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. ലൂക്കോസ് 11-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. എത്രയോ കാലങ്ങളായി ഞാനും നിങ്ങളുമെല്ലാം സുവിശേഷം പ്രസംഗിച്ച് സുവിശേഷം കേട്ട് മുന്നോട്ട് പോകും. അത് വലിയ ഭാഗ്യമാണ്. പക്ഷേ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ കർത്താവ് തമ്പുരാൻ പറഞ്ഞ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന്. അങ്ങനെയെങ്കിൽ 2018 ഒരു കൊല്ലം മുഴുവൻ ദൈവത്തിൻ്റെ വചനം ഞാൻ കേട്ടവനാണല്ലോ. അത് കേട്ട് അനുസരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ ഭാഗ്യവതിയായി മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ആ ദൈവത്തിൻ്റെ വചനം കേട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പശ്ചാത്താപം ഉണ്ടാകുന്നത്. പശ്ചാത്താപം അനുഭവം ഉണ്ടാകുന്നത് സുവിശേഷം കേൾക്കുമ്പോൾ മാത്രമാണല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ശീമോൻ പത്രോസ് അവിടെ ആ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ കർത്താവ് തമ്പുരാൻ പറയുമ്പോൾ ശീമോൻ സംശയിക്കുന്നുണ്ട്. ഈ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്ക് കേട്ട് ഞങ്ങൾ അനുസരിക്കാം. മടിച്ചാണ് വലയിറക്കുന്നത്. പക്ഷേ പെരുത്ത മീൻകൂട്ടം കിട്ടിക്കഴിഞ്ഞപ്പോൾ തെറ്റ് മനസ്സിലായി. ശീമോൻ പത്രോസ് ഇതാ യേശുവിൻ്റെ കാലത്തിലേക്ക് വീണ് പറയുകയാണ്, അയ്യോ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടുപോകണമേ. അതൊരു മാനസാന്തരത്തിൻ്റെ പ്രകടനമായിരുന്നു. തെറ്റുപറ്റി എന്നറിയുമ്പോൾ കർത്താവിൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുവാനുള്ളതായ പത്രോസ് കാണിച്ചതായ ആ ധൈര്യം. പ്രിയപ്പെട്ടവരെ, തന്നെയുമല്ല നാം കാണുന്നുണ്ട്, 3 പ്രാവശ്യം കോഴി കൂവിക്കഴിഞ്ഞപ്പോൾ യേശു തമ്പുരാൻ തിരിഞ്ഞ് പത്രോസിനെ നോക്കി. പത്രോസിന് ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞ് പത്രോസ് പൊട്ടിക്കറിഞ്ഞ കാര്യം നമ്മൾ വായിച്ച് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. മാനസാന്തര അനുഭവമാണ്.
പോരാ പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പാപികളിൽ ഒന്നാമനാണ് എന്ന്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട ഒരു പാപിയാണെന്ന് നാം പലരും ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടു, പല പാപങ്ങളോട് ഞാൻ വിട പറഞ്ഞവനാണ്, ഞാൻ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യുന്നില്ല, നാം താരതമ്യപ്പെടുത്തുകയാണ്. ഞാൻ മദ്യപിക്കാൻ പോകുന്നില്ല, പുകവലിക്കാൻ പോകുന്നില്ല, അരുതാത്ത വഴിക്ക് പോകുന്നില്ല, ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട പാപിയാണെന്ന് നാം പലപ്പോഴും ചിന്തിച്ചു പോകുമ്പോൾ അത് തെറ്റാണ്, അതൊരു പാപമാണ്. മറിച്ച് ഞാനാണ് ഏറ്റവും വലിയ പാപി എന്ന് ചിന്തിക്കുവാനുള്ളതായ ആ പശ്ചാത്താപ അനുഭവം കടന്നു വരുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണല്ലോ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഒരാണ്ട് ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പ്രമാണിക്കുവാൻ തയ്യാറായോ? പ്രിയപ്പെട്ടവർ, തിരിച്ചറിയാം, നാം പ്രമാണിക്കുവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനും നമുക്ക് സാധിച്ചിട്ടില്ല. ഗലാത്യ ലേഖനം 5:22 പൗലോസ് നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം മുതൽ ഇന്ദ്രിയ ജയം വരെയുള്ളതായ 9 കൂട്ടം ഫലങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ അതിൽ ഒന്നുപോലും പാലിക്കുവാനായിട്ട് ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്കായിട്ടുണ്ടോ? മറിച്ച് അതിലുപരിയായി പ്രിയപ്പെട്ടവർ, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, അസൂയ, കലഹം, മദ്യപാനം, മധുരോത്സവം, ദുഷ്ചിന്തകൾ, മോഷണം, കള്ളക്കച്ചവടം, പലിശ, കൂലി കൊടുക്കാതിരിക്കൽ, ഭ്രൂണഹത്യ, ആത്മഹത്യ ചിന്ത, സൽപ്പേര് നശിപ്പിക്കുക, ദ്രവ്യാസക്തി, അലസത, പക്ഷപാതം, അഹങ്കാരം, ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ളതായ കർത്താവ് ആഗ്രഹിക്കാത്തതായ ദുഷ്ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടായിരിക്കാം ഈ നാളുകളിൽ നാം പലപ്പോഴും മുന്നോട്ട് പോയത്. തിരുത്തുവാൻ നാം തയ്യാറാകണം. ഇതാ കർത്താവ് തമ്പുരാൻ പറഞ്ഞ ഉപമയിൽ പറയുകയാണ്, ഫലം പുറപ്പെടുവിക്കാതെ നിലം നിഷ്ഫലമാക്കി നിൽക്കുന്ന അത്തിവൃക്ഷം വെട്ടിക്കളയുവാനായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കേണ്ടത് മാനസാന്തര യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ഈ 2019 ആദ്യ ദിനങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അതിന് നാം വീണ്ടും സുവിശേഷം കേട്ട് മുന്നോട്ട് തന്നെ പോകണമേ. കാരണം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3:8 സ്നാപയോഹന്നാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കണമേ എന്ന്. അതിന് ആദ്യ ഭാഗത്ത് പറയുന്നത്, സ്ഥാനമേൽക്കുവാനായിട്ട് പുരുഷാരം കടന്നു വരുമ്പോൾ സർപ്പസന്തതികളെ എന്നാണ് യോഹന്നാൻ സ്നാപകൻ അവരെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, വളരെ കടുപ്പിച്ച് തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് പ്രസംഗം ആരംഭിക്കുമ്പോൾ പറയുകയാണ്, സ്നാപയോഹന്നാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ മാനസാന്തര യോഗ്യമായ ഫലം പുറപ്പെടുവിച്ചേ മതിയാകൂ. ആ സമയത്ത് അവിടെ നാം കാണുന്നത് പുരുഷാരം കടന്നു വരുന്നു. അവിടെ ഒപ്പം തന്നെ അവിടെ ചുങ്കക്കാർ കടന്നു വരുന്നുണ്ട്, പടജനം കടന്നു വരുന്നുണ്ട്. അവരെല്ലാം ഈ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്നാപയോഹന്നാൻ മറുപടി വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ 2 വസ്ത്രമുള്ളവൻ മറ്റുള്ളവർക്ക് കൊടുക്കണം, ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇതാ ചുങ്കക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ അനുവദിച്ചു കിട്ടിയിരിക്കുന്നതായ നികുതിയിൽ കൂടുതൽ പിരിക്കരുത്, ആളുകളെ ഉപദ്രവിക്കരുത്. പടജനത്തോട് പറയുന്നുണ്ട്, ആരെയും ഉപദ്രവിക്കരുത് എന്ന്. പ്രിയപ്പെട്ട, ശമ്പളത്തിൽ കൂടുതൽ മറ്റൊന്നും വാങ്ങരുത് എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാനസാന്തര യോഗ്യമായ ഫലം പുറപ്പെടുവിച്ചാൽ മാത്രമേ പ്രയോജനമുള്ളൂ എന്ന് സ്നാപയോഹന്നാൻ അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. സുവിശേഷത്തിലൂടെയാണ് പറയുന്നത്. അതുകൊണ്ട് തീക്ഷ്ണമായ സുവിശേഷം കേൾക്കുമ്പോഴാണ് മാനസാന്തര അനുഭവം, പശ്ചാത്താപം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആ പശ്ചാത്താപം ഉണ്ടാകുമ്പോൾ മാനസാന്തരത്തിനുള്ളതായ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട്, അനുഭവമുള്ളതായ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 11:16 പറയുന്നു, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ എന്ന്. ഇതാ നമുക്ക് ചേർത്ത് ചിന്തിച്ച് കഴിയുമ്പോൾ, ഒരു വീട്ടിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ വീട്ടിൽ ഗ്രഹനായകനായിക്കോട്ടെ, ഗ്രഹനാഥിയായിക്കോട്ടെ, അവരാണ് വേര് എന്ന് പറയുന്നത്. ആ കുടുംബമാകുന്ന വൃക്ഷത്തിൻ്റെ വേര് മാതാപിതാക്കളാണ്. മാതാപിതാക്കന്മാർ വിശുദ്ധരാകുന്നുവെങ്കിൽ മക്കളാകുന്ന, കൊമ്പുകളാകുന്ന മക്കളും വിശുദ്ധരാകും. മറന്നു പോകരുതേ പ്രിയപ്പെട്ട മാതാപിതാക്കളെ. ഇനിയെങ്കിലും ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് മടങ്ങി വരണം. മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മാതാപിതാക്കളാകുന്ന നാം
വേരാകുന്ന നാം, വൃക്ഷത്തിൻ്റെ വേരാകുന്ന നാം, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകൾ വിശുദ്ധമാകുമെന്ന് വചനം പറയുന്ന പോലെ തന്നെ വേരുകളാകുന്ന നാം വിശുദ്ധരായി ജീവിക്കുവാൻ ഈ ആണ്ടിൻ്റെ ആദ്യ ദിനങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ കൊമ്പുകളാകുന്ന മക്കളും അനുഗ്രഹിക്കപ്പെടും, അവരും നല്ല ഫലം പുറപ്പെടുവിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങൾ നാം ചിന്തിക്കേണ്ടത്, ഇത്രയും കാലം നാം ജീവിച്ച് മാനസാന്തത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിച്ചില്ല എങ്കിൽ കർത്താവ് തമ്പുരാനെ വെട്ടിക്കളയുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇതുവരെയും വെട്ടിക്കളഞ്ഞില്ല. നാം ഗുണപ്പെടുവാൻ വേണ്ടിയിട്ടായിരുന്നു, മാനസാന്തരപ്പെടുവാൻ വേണ്ടിയിട്ടായിരുന്നു വീണ്ടും 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 അവസരങ്ങൾ ദൈവം തമ്പുരാൻ ഒരുക്കി നൽകുന്നത്. 2019 പ്രവേശിക്കുവാൻ ദൈവം തമ്പുരാൻ വീണ്ടും അവസരം ഒരുക്കി തന്നപ്പോൾ ഈ ദിനങ്ങൾ നമുക്ക് തീരുമാനമെടുക്കാം. ഒരു പുതിയ വഴിയിലൂടെ പോകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് അവർക്ക് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി കഴിഞ്ഞപ്പോൾ വിദ്വാൻമാർ ഇതാ പുതിയൊരു വഴിയായി, വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി എന്ന് നാം വായിച്ചു കേൾക്കുന്നുണ്ടല്ലോ. കിഴക്ക് നിന്ന് വന്നതായ വിദ്വാൻമാർ അവരാദ്യം ഹെരോദ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് യേശുക്കുഞ്ഞിനെ കണ്ടിട്ട് തിരികെ ചെന്ന് മടങ്ങിച്ചെന്ന് ഹെരോദാവിൻ്റെ കാര്യം പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുകയാണ്, അത് അപകടമാണ്, ആ വഴിക്ക് നീ പോകണ്ട, അത് ഹെരോദാവിൻ്റെ ഉദ്ദേശം നല്ലതല്ല, നിങ്ങൾ വേറെ വഴിയായി മടങ്ങിപ്പോകണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശുവിനെ കണ്ടുമുട്ടിയെന്ന് അന്ത്രയോസ് പറഞ്ഞതുപോലെ തന്നെ ഈ വിദ്വാൻമാരും യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയുണ്ടായി. അവർ പഴയ വഴിയിലൂടെ തിരിച്ചു പോകാതെ ഒരു പുതിയ വഴിയിലൂടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ ഈ 2019 ആദ്യ ദിനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് യേശുവിനെ കണ്ടെത്തിക്കൊണ്ട് നാം ഇനിയുള്ള നാളുകൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്ക വിധത്തിൽ ഒരു പുതിയ വഴിയിലൂടെ, ജീവൻ്റെ വഴിയിലൂടെ, വിശുദ്ധിയുടെ വഴിയിലൂടെ, നീതിയുടെ വഴിയിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. സഹോദരങ്ങളെ, ഇത്രയും കാലമായിട്ടും കർത്താവ് നമ്മെ വെട്ടിക്കളഞ്ഞില്ല. ദൈവത്തിൻ്റെ കൃപയാണ്, മറന്നു പോകരുതേ. 1% പോലും നമുക്ക് യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും കർത്താവിൻ്റെ അനന്ത സ്നേഹത്താൽ അവൻ നമ്മെ ഇതുവരെയും നിലനിർത്തുകയായിരുന്നു. പെറ്റമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നമ്മുടെ കർത്താവ് തമ്മിൽ നമ്മെ സ്നേഹിച്ചിട്ടും നാം കർത്താവിനെ സ്നേഹിക്കുവാൻ തയ്യാറായില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് മുതൽ ഒരു പുതിയ തീരുമാനമെടുക്കാം. യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ആ യേശു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യ രാജ്യം അവകാശപ്പെടുത്തുവാനായിട്ട് ഈ ലോകത്തിലെ എല്ലാ താൽക്കാലിക സുഖഭോഗങ്ങളോടും വിട പറഞ്ഞുകൊണ്ട് നീതിയുടെ, വിശുദ്ധിയുടെ വഴിയിലൂടെ, ജീവന്റെ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കാം. ആ വിദ്വാൻമാര് പോയതായ പുതിയ വഴിയിലൂടെ നമുക്ക് ഇന്ന് പുതിയ വഴിയിലൂടെ പോകുവാൻ തീരുമാനമെടുക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കാം. നമുക്ക് ഇന്ന് ആ വിദ്വത്ത വചന ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ 2019 ആണ്ടിൻ്റെ ആദ്യ ദിനങ്ങളിൽ നീ ഞങ്ങൾ കേൾപ്പിച്ച വലിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, 2018 ആണ്ടിൽ വെട്ടപ്പെട്ടു പോകാതെ ഞങ്ങൾക്ക് നീ വീണ്ടും ഒരു അവസരം കൂടി തന്നല്ലോ. ഞങ്ങൾ കർത്താവേ ഇതാ ഫലം കാക്കാത്ത അത്യവൃക്ഷമായി നിലനിൽക്കുകയായിരുന്നു, എന്നാൽ വെട്ടിക്കളഞ്ഞില്ല. നീ പിതാവാൻ ദൈവത്തിൽ അപേക്ഷ കൊണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളിതാ തീരുമാനമെടുക്കുന്നു, ഇന്ന് തീരുമാനമെടുക്കുന്നു. ഇനിയുള്ള നാളുകളിൽ ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറുവാൻ തക്ക ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം പൊറുക്കണമേ. യേശു തമ്പുരാനെ, ഒരു പുതിയ വഴിയിലൂടെ, ആ വിദ്വാൻമാർ സഞ്ചരിച്ച പുതിയ വഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവേ, സമർപ്പണം എടുക്കുന്ന എല്ലാവരോടും കരുണ കാണിക്കണമേ. യേശു തമ്പുരാനെ, എല്ലാവരും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പ്രമാണിച്ച് മുന്നോട്ട് പോകുന്ന ഭാഗ്യവാന്മാരായി ജീവിക്കുവാൻ തക്കവണ്ണം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് കൃപയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. രോഗികളെ സന്ദർശിക്കണമേ, അപകടം പറ്റിയവരെ സന്ദർശിക്കണമേ, സമാധാനം കൊടുക്കണമേ. എല്ലാ കുടുംബങ്ങളിലും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കുമാറാകണമേ. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥ ഞങ്ങൾ യാചിക്കുന്നു. സകലവും യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ ചോദിക്കുന്നു. പിതാവാം ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമളി ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.
Somebody